നിക്കോൺ സിആറിൽ ആവശ്യത്തിന് എക്സ്പോസിങ് ടൂൾസ് ഇല്ലാന്ന് നമ്മളെല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത്? അതൊരു പ്രിവ്യൂ ലെറ്റ് ഉപയോഗിച്ചിട്ട് ഞാനത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അതിനാദ്യം ഏതെങ്കിലും ഒരു NLE എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു നിക്കോൺ സിആർ ഫുട്ടേജ് ആഡ് ചെയ്യുക. എന്നിട്ട് റിസോൾവിലാണെങ്കിൽ ലെറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ലെറ്റ് അപ്ലൈ ചെയ്യുക. അതൊരു കൺവേർഷൻ ലെറ്റ് ആയിരിക്കണം, ഒരിക്കലും ക്രിയേറ്റീവ് ലെറ്റ് ആയിരിക്കരുത്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുട്ടേജിൽ ഒരു നോഡിലേക്ക് ഈ ലെറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് പ്രിയർ ആയിട്ട് ഒരു നോഡ് കൂടി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് HDR ടാബിലേക്ക് പോയിട്ട് HDR ടാബിൽ എക്സ്പോഷർ ഒരു 1.5 അല്ലെങ്കിൽ 2 അണ്ടർ എക്സ്പോസ് ചെയ്യുക. നിങ്ങളൊരു റോ ഫുട്ടേജാണ് യൂസ് ചെയ്യണമെങ്കിൽ ക്യാമറ റോ ടാബിൽ പോയിട്ട് അവിടെ എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റിൽ -2 അല്ലെങ്കിൽ -1.5 ആക്കാവുന്നതാണ്. അതിനുശേഷം ക്ലിപ്പിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് ലെറ്റ് കൊടുക്കുക. എന്നിട്ട് 33 പോയിൻ്റ് ക്യൂബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേരിൽ എവിടെയെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്യുക. മെമ്മറി കാർഡിൽ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിക്കോൺ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും, അതിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. അതില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്താലും മതിയാവും. നിക്കോൺ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് ലെറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്കാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ കാർഡ് നമ്മൾ മെമ്മറിന് ശേഷം മെനു ഓപ്പൺ ആക്കുക. അതിനകത്ത് പെൻസിൽ ഐക്കൺ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ജി മെനു സെലക്ട് ചെയ്യുക. അതിൽ G15 വ്യൂ അസിസ്റ്റ് ഓൺ ആണെന്ന് ശ്രദ്ധിക്കാൻ മറക്കണ്ട. എന്നിട്ട് ലെറ്റ് വ്യൂ അസിസ്റ്റ് സെറ്റിംഗ്സിൻ്റെ അകത്ത് ഇമ്പോർട്ട് ക്യൂ ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തിരിക്കുന്ന ലെറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു അൺയൂസ്ഡ് സ്ലോട്ടിലേക്ക് അത് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് തിരിച്ചു പോവുക. എന്നിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന ലെറ്റ് ചൂസ് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇപ്പോൾ മാക്സിമം ബ്രൈറ്റ്നെസ്സിൽ യൂസ് ചെയ്താൽ പോലും അണ്ടർ എക്സ്പോസ്ഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നിക്കോൺ സിആറിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേനെ മാത്രം വിശ്വസിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഒരു 99% അണ്ടർ എക്സ്പോസ്ഡ് ആയിരിക്കും. ഇതൊരിക്കലും ഒരു സയൻറ്റിഫിക്കൽ എക്സ്പോസിങ് ടെക്നിക്കൊന്നുമല്ല. ഈ നമ്മളൊരു സീരിയസ് ജോബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല എക്സ്പോസിങ് ടൂൾസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ തന്നെ വേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും ഇത് അത്യാവശ്യം ഒരു റൺ ഗൺ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് വീഡിയോഗ്രാഫി പരിപാടിക്കൊക്കെ നല്ലൊരു ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ?